ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. മീൻ മുട്ട തോരൻ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളിവിടെ ആദ്യമേ എടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യമേ കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്ര ഐറ്റമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് നമ്മളിത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മുട്ട. ഈ മീൻ മുട്ട ഇത് നമ്മുടെ ചൂരമീൻ്റെയാണ്. അപ്പോൾ നമുക്ക് വലിയ മീനിൻ്റെ എല്ലാം മുട്ട എടുക്കാം. സാധാരണ നമ്മൾ ഈ ആറ്റുമീൻ, പുഴമീൻ്റെയൊക്കെ മുട്ടയാണ് എടുക്കുന്നത്. ഇതിൻ്റെ വലിയ മീനുകളുടെ, കടൽ മീനിൻ്റെയൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചൂര മേടിച്ചപ്പോൾ അതിനകത്ത് ഈ മുട്ട ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ റെസിപ്പി എടുക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ എടുക്കാം. ഒരു ശകലം തേങ്ങ ചിരവിയതും കൂടെ ഇടാം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഗരം മസാലയുണ്ട്. ആ ഗരം മസാലയും കൂടെ അതിനകത്തിടാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ആ മുട്ട നല്ല മിക്സ് ആകണം ഇതിനെല്ലാം കൂടെ. ആ മുട്ട അതിനകത്തുള്ള എല്ലാം കൂടെ നല്ല ഈ മസാല ഇതുമായിട്ടെല്ലാം മിക്സ് ചെയ്യണം. ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണം. ഈ നമ്മുടെ ഈ കടൽ മീൻ്റെ ഇതിൻ്റെയൊക്കെ മുട്ടയുടെ ഈ പുറത്തൊരു ഒരു പാട പോലെ ഒരു ഇത് കാണും. അപ്പോൾ അത് അങ്ങ് എടുത്ത് കളയണം. ഈ മിക്സ് ചെയ്യുമ്പോൾ ഒരു പാട പോലെ വരും. അതങ്ങ് എടുത്ത് മാറ്റുക. ഇനി എല്ലാം മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് വരും. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. ഈ മുട്ടയെല്ലാം കൂടെ, ഈ മുട്ട നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഓയിൽ ഒന്ന് ചൂടാകട്ടെ. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക്, കടുകൊക്കെ ഒന്ന് പൊട്ടി കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, മുട്ടയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ചേർക്കുക, അതിനകത്തോട്ട് വയ്ക്കുക. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിന് വലിയതായിട്ട് ഇതിനകത്ത് ഇനിയും കൂടുതലൊന്നും ചെയ്യാനില്ല. ഇത് സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ഇതിനകത്ത് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം നല്ല മീൻ മുട്ടയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമ്മൾ ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ല ചൂടിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഹീറ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ചെയ്താൽ മതി. അപ്പം കൂടുതൽ കരിയാതെ നമുക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ അടിക്ക് പിടിക്കുന്ന നോക്കണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മുട്ട അടിക്ക് പിടിച്ച് അങ്ങ് കരിഞ്ഞു പോവും. അപ്പം ഇതൊന്ന് നല്ലപോലെ ഇത് വെച്ചിട്ട് വേറെ എങ്ങും പോകരുത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് ഈ ഡിഷ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ എപ്പോഴും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ല. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
നമുക്ക് മീൻ മേടിക്കുമ്പോഴൊക്കെ അതിനകത്ത് മുട്ട കിട്ടിയാലായി. പിന്നെ ചിലയിടത്തൊക്കെ നമുക്കിങ്ങനെ മുട്ട മേടിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ അല്ലാത്തടത്തൊക്കെ നമുക്ക് ഈ മീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ മുട്ട കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കുന്നത്. ഭയങ്കര അടിപൊളി ടേസ്റ്റാണിത്. ഇപ്പോൾ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഇതാവും. ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്തിടാം കേട്ടോ. ഇനിയും നല്ല നമുക്ക് നോക്കാം. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പം നമ്മളാ 2 മീൻ മുട്ടയാണ്. അപ്പോൾ അത് റെഡിയായി വരുമ്പം ഒരു ശകലമേ കിട്ടത്തുള്ളൂ നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതായിട്ട് കിട്ടത്തില്ല, ഒരു ശകലമേ നമുക്ക് ഇത് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ